കൂട്ടൽ അങ്ങനെയാണ്. ഞാൻ എന്റെ യുവാക്കളോടും എന്റെ ശബ്ദം കേൾക്കുന്ന മുഴുവൻ ആളുകളോടും പറയട്ടെ, എന്തേ റബ്ബുമായി കൊണ്ടൊരു കടപ്പാടും നമുക്കില്ലേ? റബ്ബിനോടൊരു കടപ്പാട് വീട്ടാനില്ലേ സഹോദരങ്ങളെ? വെള്ളം കുടിക്കാൻ അവസരം തന്ന റബ്ബ്, ഭക്ഷണം കഴിക്കാൻ അവസരം തന്ന റബ്ബ്, അത് ഒഴിവാക്കാനും സാഹചര്യം തന്ന റബ്ബ്, ആ റബ്ബിനോടൊരു കടപ്പാടും വീട്ടാനില്ലേ? നിസ്കാരം എന്ന് പറയുന്നത് തോന്നിയ രൂപത്തിൽ ചെയ്യാനുള്ളതാണോ? നിസ്കാരം അത് നന്നായി പഠിച്ച് ചെയ്യേണ്ടുന്ന കാര്യമാണ്. കുട്ടികളെ, നിങ്ങൾ നന്നായി ശ്രദ്ധിച്ചോളൂ. ഇന്ന് നമ്മളതാ IT മേഖല വന്നപ്പോ നമ്മുടെ സ്കൂളുകളിൽ മുഴുവനും തന്നെ IT പഠിപ്പിക്കുന്നുണ്ടെന്ന് ഇല്ലേ? അതിൽ പഠിക്കാൻ താല്പര്യമുണ്ട്. അതേ പ്രകാരത്തിൽ നമ്മുടെ കുട്ടികളെ പഠിച്ചിട്ടില്ലെങ്കിൽ രക്ഷിതാക്കൾക്ക് ബേജാറുണ്ട്. ഈ രൂപത്തിൽ നമ്മൾ അതൊക്കെ പഠിച്ചിറങ്ങുമ്പോ ചോദിക്കട്ടെ രക്ഷിതാക്കളെ, 5 വഖത്ത് നിസ്കാരത്തിന്റെ കാര്യത്തിൽ നിസ്കാരത്തിന്റെ ഫർള് എത്രയാണ് പഠിച്ചിട്ടുണ്ടോ? നിസ്കാരം ബാത്തിലാക്കുന്ന കാര്യങ്ങൾ എത്രയാണ് പഠിച്ചിട്ടുണ്ടോ? അല്ലെങ്കിൽ സ്ത്രീകളാകുമ്പോൾ അവർക്ക് പ്രത്യേകമായ സമയങ്ങളിൽ പഠിക്കേണ്ടുന്ന മസാലകൾ നമ്മുടെ പെണ്ണ് പഠിച്ചിട്ടുണ്ടോ? ഇത് നമ്മളെ കുട്ടികളെ കാര്യത്തിൽ ആരാണ് ശ്രദ്ധിച്ചിട്ടുള്ളത്? മദ്രസയിലേക്ക് നമ്മൾ പറഞ്ഞേക്കുന്നത് 5ാം ക്ലാസ് മുതൽക്ക് നിർത്തി, അല്ലെങ്കിൽ 7ാം ക്ലാസ് മുതൽക്ക് നിർത്തി. ഇതല്ലേ രക്ഷിതാക്കളെ ഇന്ന് നടക്കുന്നത്? അതുകൊണ്ട് തന്നെ നന്നായി നമ്മൾ ശ്രദ്ധിച്ചോളണം. മഹല്ലുകളിൽ ആലിമാരുണ്ട്, ഖതീബുമാരുണ്ട്, ആലിമീങ്ങളുണ്ട്. അവർക്കും ബാധ്യതകൾ അല്ലാഹുവിന്റെ മുമ്പിൽ അവർക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ബാധ്യതകൾ വീട്ടിയേ പറ്റൂ. പള്ളിയിലെ ഉസ്താദ് വെള്ളിയാഴ്ച നിന്നാണ്ട് പറയുന്നുണ്ടാകും, കേട്ടില്ലെങ്കിൽ രക്ഷിതാക്കളെ നമ്മളാണ് ഉത്തരവാദികൾ കേട്ടോ. പള്ളിയിൽ വെള്ളിയാഴ്ച ഉസ്താദ് എന്നിട്ട് പ്രസംഗിക്കുന്നത് ഉസ്താദിന് പ്രസംഗം പഠിക്കാനാണെന്നാരും കരുതേണ്ടതില്ല. അതൊക്കെ പഠിച്ചിട്ടാണ് ആ ഉസ്താദ് അങ്ങോട്ട് വന്നിട്ടുള്ളത്. അത് നമ്മുടെ മഹല്ലിന്റെ കാര്യങ്ങൾ പറയാനാണ്. അത് പറയുമ്പോൾ ഒന്നിരുന്ന് കേൾക്കാൻ എന്തേ മനസ്സ് കാണിക്കാത്തത്? സഹോദരങ്ങളെ, നമ്മൾ അപ്പൊ എന്താണ് അത് കേൾക്കാൻ രസമില്ല? ഇതല്ലേ നമുക്ക് പറയാനുള്ളത്? ചോദിക്കട്ടെ, ദീനി മസ്അല അത് പറഞ്ഞു തരുന്ന സന്ദർഭത്തിൽ അത് ആസ്വദിക്കാനുള്ളതല്ല കേട്ടോ. വെള്ളിയാഴ്ചകളിൽ നമ്മുടെ പള്ളികളിൽ ഉസ്താദന്മാര് പറയും, ഇനി വല്ല ഇതാ ഇന്ന സ്ഥലത്ത് നമുക്കൊരു വഅളുണ്ട്, അവിടെ നമുക്ക് വഅള് സംഘടിപ്പിക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ, മുഅ്മിനീങ്ങളെ, ആരാണ് ആ വഅളിന് പോകുന്നത്? ആരാണ് ഈ വഅളിന് പോകുന്നത്? ഞാൻ എന്റെ കുട്ടികളോട് പറയട്ടെ, നന്നായി നിങ്ങൾ ആലോചിച്ചു കൊള്ളണം. നമുക്കൊരു നേതാവുണ്ട്. ആ നേതാവാണ് അഷ്റഫുൽ വറ മുഹമ്മദുർ റസൂലുള്ളാഹ്. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അനുയായികളാണ് ഞാനും നിങ്ങളും. നബി തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത ഒരു ജീവിതം നമ്മുടെ ജീവിതത്തിൽ വേണ്ട. ഇത് വെക്കാ ഈ ഒരു ഈമാൻ മുഅ്മിനീങ്ങളെ നമുക്കുണ്ടെങ്കിലേ നമ്മളുടെ ഈമാൻ കാമിലാകുന്നുള്ളൂ. ഖുൽ ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി. ഇതല്ലേ ഖുർആനിൽ അല്ലാഹു തആല നബി തങ്ങളോട് പറയാൻ വേണ്ടി പറഞ്ഞത്. അല്ലാഹുവിനെ നിങ്ങൾ അനുസരിക്കുന്നു, അല്ലാഹുവിനെ നിങ്ങൾ മഹബത്ത് വെക്കുന്നു എങ്കിൽ ഫത്തബിഊനി, എന്നെ നിങ്ങൾ പിൻപറ്റുവീൻ. ലഹരി ഉപയോഗിക്കല്ല, കള്ള് കുടിക്കല്ല, MDM വെക്കല്ല, മസ്തുണ്ടാക്കുന്ന ഒരു സാധനവും നീ ഉപയോഗപ്പെടുത്തല്ല. ഇത് അല്ലാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ട് നിന്റെ കൈവെള്ളയിൽ ഒതുങ്ങാൻ പറ്റുന്ന അതേ 30 ലക്ഷത്തോളം ഞരമ്പിന്റെ കോശങ്ങളെ കൊണ്ട് അല്ലാഹു തആല സംവിധാനിച്ച് വെച്ച നിന്റെ ഞരമ്പിന്റെ കോശങ്ങളില്ല അതേ തലച്ചോറില്ലേ സഹോദര, ആ തലച്ചോറിനെങ്ങാനും എവിടെയെങ്കിലും ഒരു ഞരമ്പിന് ഒന്നൊരു ക്ഷതം പറ്റിപ്പോയാൽ പിന്നെ നിന്റെ വർത്തമാനം ലെവലില്ല. നിന്റെ ശരീരത്തിന് വേണ്ടതുപോലെ നിനക്ക് ആസ്വദിപ്പിക്കാൻ കഴിയില്ല, അത് ചലിപ്പിക്കാൻ കഴിയില്ല.